അപ്പോൾ ഇതാ ഞങ്ങൾ അന്നാരയ്ക്ക് ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഇന്ന് കട 3 മണി വരെ ഉള്ളൂ ഷോപ്പ്. അപ്പോൾ ഞങ്ങൾ അന്ന് അന്നാരയ്ക്ക് പോയിട്ട് വരട്ടെ. ആദി ഇത് നോക്കാം, പോയിട്ട് വരാം പറയും. പോയിട്ട് വരാം, നിങ്ങൾ പോയിട്ട് വരട്ടാ. ആദ്യമോൻ TNTൻ്റെ അടുത്ത് എത്തിയേക്ക് ഓന് തുടങ്ങി. ഓൻ ഒരിക്കൽ കൊണ്ടുപോയതുകൊണ്ട് പിന്നെ ആ ഒരു വാശി ഇല്ലായിരിക്കില്ലല്ലോ. അത് അവിടെ എത്തിയേക്ക് ട്രെയിനിൽ തന്നുകാണ്ട് അവിടെ വാശി അവിടെ കയറാൻ വേണ്ടിയിട്ടാ. എവിടെയാണ് TNTയിൽ നിർത്താനുള്ള വാശിയാണ് ട്ടാ. എടുത്തു കൊടുക്ക്, കൈ കൊടുക്ക്. അത് അമ്മച്ചത് നടക്ക പോയോക്ക. ആദ്യമോനും ഞാനും ഉള്ളു വെച്ചിട്ട് എന്നിട്ട് അച്ഛന് ഇളനീർ ഷേക്ക് കൊണ്ടുവന്നത്. കാരണം ഓളുള്ളതായിട്ട് അറിയില്ല. അങ്ങനെയാണ് 3 വാങ്ങിയത്. പക്ഷേ അച്ഛൻ പറഞ്ഞു നിങ്ങൾ രണ്ടാൾ ഇവരുള്ളു വെച്ചിട്ടായിരുന്നു. കാരണം ഓൾ 3 വൈഫ് 3 ഷോപ്പിൽ നിന്ന് ഇറങ്ങില്ല. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് പ്രതീക്ഷിച്ചുകൊണ്ട് അച്ഛൻ 2 വാങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ 2 കഴിക്കുന്നതിൻ്റെ ഇടയിൽ കൂടി അങ്ങനെ എല്ലാവരോടും ഷെയർ ചെയ്ത് കഴിച്ചിട്ടോ. കാലങ്ങളിലൊക്കെ ഞങ്ങൾ ജ്യൂസ് കടയിൽ പോകുമ്പോൾ 2 വാങ്ങിയിട്ടുള്ളൂ. ഇപ്പോൾ 2 വാങ്ങിയാൽ പോരാ, അപ്പോൾ 3 തേച്ച് വാങ്ങേണ്ട അവസ്ഥയാണ്. കാരണം എന്താ വെച്ചാൽ ഓനുള്ളത് മുക്കാൽ വാങ്ങലും കുടിച്ചേർക്കും കേട്ടോ. പഴയമാതിരി നമുക്ക് തരൂലപ്പോൾ. അത് മുഴുവൻ കുടിച്ചിരിക്കും. ആദ്യം വാങ്ങിക്കാളാ. അപ്പൊ എനിക്ക് വേണ്ടേ? ഞാൻ ചോട്ടാ ആദ്യമോൻ്റെ സൈക്കിളാട്ടോ. അത് ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോയതാണ്. കാരണം ഇവിടെ ചവിട്ടൽ കുറവായപ്പോൾ അവിടുത്തെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് അവിടുന്ന് ചവിട്ട് വെച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവിടെ ഒരു കൊട്ടൻ ഇട്ടാൽ നേരം ആ കൊട്ട നിറച്ച് സാധനം കളിക്കും. അപ്പോൾ അത് മുഴുവൻ അവിടെ കൊണ്ടുപോകും പരത്തിട്ട. പിന്നെ അത് പരത്തി കഴിഞ്ഞാൽ മൊത്തത്തിൽ പെറുക്കാനും ഇതൊക്കെ കൂടി ആകെ ഒരു അയക്കില്ല കേട്ടോ. ഒന്നിനും അയക്കില്ല. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ആൾ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ മാത്രമല്ല കേട്ടോ. പിന്നെ അച്ഛമ്മനായിട്ട് വലിയ കാര്യം കേട്ടോ. എപ്പോഴും അവിടെ ചെന്ന് കഴിഞ്ഞാൽ മുത്തശ്ശിരൊപ്പം നടക്കലും ഒരിക്കലും ഒക്കെ കേട്ടോ. അവൻ അവിടെ അന്നാരെ ചെന്ന് കഴിഞ്ഞാൽ ചെറിയമ്മേൻ്റെ അടുത്ത് പോയിട്ടാ. ചെറിയമ്മേൻ്റെ അടുത്ത് പോയിട്ട് ചെറിയമ്മേനോട് ചെറുപ്പം തൊട്ട് ഞാൻ മെച്ച കാലം തൊട്ടോ അവിടെ ചെന്നാൽ പറയേണ്ടതെന്ന് വെച്ചാൽ അമ്മമ്മ സൂപ്പർ ചായ താട്ടെ, സൂപ്പർ ചായ കാട്ടുകാരെ. അങ്ങനെ അമ്മമ്മേൻ്റെ അടുത്ത് സൂപ്പർ ചായ ഉണ്ട് തന്നെ എപ്പോഴാണ് ചെല്ലുട്ടോ. അവിടെ ഒന്ന് പോയാൽ നേരെ അങ്ങോട്ടാ ചെല്ലൽ. അവിടെ എത്തിക്കഴിഞ്ഞാൽ വീട്ടിലെത്തി കഴിഞ്ഞാൽ നേരെ തൊട്ട ബാക്കിൽ തന്നെയാണ് വീട് വരുന്നത് കേട്ടോ. ആ വീട്ടിലേക്കാണ് എപ്പോഴും ചെല്ലൽ. സൂപ്പർ ചായ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ചായ കുടിക്കും ചേട്ടാ. ചായയും കടിയൊക്കെ കുടിച്ച് കുറേ കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് പിന്നെ വരുള്ളൂ കേട്ടോ. മാമൻ്റെ വലിയ ചെരുപ്പ് ഇട്ട് കണ്ടാട്ടോ ഇറങ്ങിയത്. കാരണം ഓന് ഏത് കിട്ടണോ അതിട്ടൊക്കെ നടക്കലാണ് ഓൻ്റെ അവിടെ ചെന്നുള്ള ഒരു പരിപാടി. ഓൻ്റെ ചെരുപ്പ് അവിടെ ഉണ്ടെങ്കിലും ശരി, ഓൻ അതൊന്നും ഇട്ടില്ല കേട്ടോ. അതിട്ട് അങ്ങനെ നടക്കലാണ്. ഇപ്പോൾ അവിടെ മൊത്തത്തിൽ വെള്ളം എല്ലായിടത്തും ഒരേ നിരപ്പിൽ നിൽക്കുക കേട്ടോ. നമ്മളെ ജലനിരപ്പ് ഭൂമിയും കിണറും കൂടിയൊക്കെ ഒരേ ലെവലിൽ തന്നെ ഇപ്പോൾ അവിടെ വെള്ളം നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മളവിടുത്തെ മരുന്നല്ല. നമ്മളവിടെ എന്ന് പറഞ്ഞാൽ 8 അടിൻ്റെ വലിയ വീതി ആയൊക്കെയുള്ള വലിയ കിണറല്ല ഉള്ളത്. അവിടെ എന്ന് പറഞ്ഞിട്ട് ആകെ ചെറിയൊരു നമുക്ക് ആൾക്ക് കയറൊന്നും വേണമെന്നില്ല. ഇറങ്ങണമെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഇറങ്ങട്ടെ. ഞാനവിടെ വന്നപ്പോൾ ആദ്യമേ ചളിയിൽ കളിച്ച് കൂത്താടേന്. ആകെ ചളിയിൽ അങ്ങനെയും ചളിയാണ്, ചളിവിളിയാണ്. പിന്നെ കെട്ടിക്കിടക്കണ ചളി കളിച്ച് കഴിഞ്ഞാൽ പുഴുക്കളും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വരും എന്നുള്ളത് ഇപ്പോൾ നമുക്ക് അറിയേണ്ട കേസില്ല. പക്ഷെ എന്ത് പറഞ്ഞാലും ഓൻ്റെ അടുത്ത് വെള്ളം കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങനെ തന്നെയാണ്. ഒരു ഇതുമില്ലാത്തൊരു കളിയാണ് വെള്ളത്തിലവൻ കളിക്കലിട്ടാ. അവിടുത്തെ കിണറൊക്കെ കാണാൻ തന്നെ വളരെ ചെറിയൊരു കിണറാട്ടോ. എൻ്റെ ആദ്യമേ കാലൊക്കെ ഈ കൊടുത്തപ്പോഴും ഓന് വെള്ളത്തിൽ കളിക്കാമെന്ന് പറഞ്ഞൊരു ആവേശം തന്നെയുള്ള അത് വരുന്നത്. അപ്പോൾ നമ്മളവിടുത്തേനേക്കാളും ബെറ്ററാണോ അല്ലെങ്കിൽ ഇത് എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട് അവിടുത്തെ കിണർ കാണുമ്പോൾ ചെറിയ ടൈപ്പാണ്. അതിനകത്ത് ആയിൽ രണ്ടാളാ ഏറിപ്പോയ ഉണ്ടാവുള്ളൂ കേട്ടോ. നമ്മളവിടെ 18 കോല് 20 കോല് 30 കോലൊക്കെ ആയുള്ളത്.
പാപ്പൻ്റെ മുറ്റത്ത് മൊത്തത്തിലുള്ളത് നമ്മളെ കിംഫ്രയിൽ നിന്ന് കിട്ടുന്ന മണലിൻ്റെ വേസ്റ്റ് മെറ്റലാട്ടാ. പിന്നെ ഇപ്പോൾ അവിടെ പാപ്പൻ കാര്യമായിട്ട് മീൻ വളർത്തിയിട്ടുണ്ട്. ഒരുപാട് മീനുണ്ട് ഗപ്പിയാൾ കാര്യമായിട്ട് കേന്ദ്രീകരിച്ച് വളർത്തിയിരുന്നത്. ഇപ്പോൾ ഗപ്പിയാൾ കുറച്ചിട്ട് ഇപ്പോൾ പാപ്പൻ ഫൈറ്റർമേക്ക് തിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. കാരണം ഗപ്പിയാൾ കുറേ സെയിൽ കുറവും ഒക്കെ കൂടി ഒരുപാട് നഷ്ടം വന്ന് പാപ്പൻ പറഞ്ഞു. കാരണം എന്താ വെച്ചാൽ വിചാരിച്ചതിൽ അത്ര ഇത് കിട്ടിയില്ല, നമ്മൾ മുടക്കിയ എക്സ്പെൻസ് ഒന്നും കിട്ടിയില്ല. കാരണം ഗപ്പി നഷ്ടമായതുകൊണ്ട് ഫൈറ്റർക്ക് തിരിഞ്ഞു. മെയിനായിട്ട് ഇപ്പോൾ ഫൈറ്ററാണ് കേന്ദ്രീകരിച്ച് ചെയ്യേണ്ടത് കേട്ടോ. കാരണം ഫൈറ്റർ ഒരുപാട് വെറൈറ്റി മോഡലുകളുണ്ട് ഫൈറ്റർ. പിന്നെ കുറേ ആയിട്ട് നല്ല ഒരുപാട് വെറൈറ്റി ഗപ്പി കുറച്ചുണ്ട്, കൂടുതലായിട്ടൊന്നും ഇല്ലെങ്കിൽ ശരി കുറച്ചൊക്കെ ഗപ്പി അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ പഴയ മരുന്നില്ല. അപ്പോൾ ഗപ്പി കുറച്ചിട്ട് ഫൈറ്റർമേക്കാണ് കൂടുതലായിട്ട് മൂപ്പര് കേന്ദ്രീകരിക്കുന്നുണ്ട്. പിന്നെ എന്താ പറഞ്ഞാൽ ചെറിയ മീനുണ്ട്, എപ്പോഴും തിന്നാൻ കൊടുക്കലും നോക്കലും കാര്യങ്ങളൊക്കെ ചെറിയ മീനാണ്. കാരണം പാപ്പ രാവിലെ പണിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ പാപ്പന് അവിടെ ഉണ്ടാവില്ലല്ലോ. പിന്നെ എന്താ പറഞ്ഞാൽ ബദത്തിൻ്റെ ഇലയും വായൻ്റെ ഇലയും കൂടി ഇട്ട് വെച്ച വെള്ളത്തിൽ മറ്റേ കുട്ടികളെ വളർത്താനും ഇവരെ നിലനിർത്താനുള്ള വെള്ളമൊക്കെ എങ്ങനെയായിട്ടുണ്ടാക്കൽ ഈ ബദത്തിൻ്റെ ഇലയും വായൻ്റെ ഇലയും. ഇതാകുമ്പോൾ കൂടുതൽ ഫംഗസ് വരാതിരിക്കാനും എല്ലാത്തിനൊക്കെ ബെറ്റർ ആയിട്ടുള്ള ഇതാട്ടോ ഈ ഇല. അപ്പം നമ്മൾ പാപ്പനോട് ബോട്ടിൽ ചെയ്ത് വെച്ചിട്ടുള്ള ഫൈറ്ററുകളാണ് കേട്ടത്. ഒരുപാടുണ്ട്. ഇപ്പം വരുന്ന തുഞ്ചൻപറമ്പിൻ്റെ ഉത്സവത്തിൻ്റെ അന്നൊക്കെ വിൽക്കുക എന്നുള്ള ഉദ്ദേശമാണ് മെയിനായിട്ടുള്ളത് കേട്ടോ. കാരണം എല്ലാ കൊല്ലവും ഇതേമാതിരി അവിടെ ഒരു മീൻ കൊണ്ട് കൊടുക്കലും വിൽക്കലും അങ്ങനത്തെ പരിപാടികളൊക്കെ അവിടെ ചെയ്യലുണ്ട്. ഒരു കഴിഞ്ഞ കൊല്ലം ഇതേമാതിരി ഫൈറ്റർ ചോദിച്ചപ്പോൾ ഫൈറ്റർ ഇല്ലാത്തൊരു പ്രശ്നം കൊണ്ടാണ് കൊല്ലം ഫൈറ്ററിനായിട്ട് മെയിൻ കേന്ദ്രീകരിച്ച് ഫൈറ്റർ മാത്രം ചെയ്യുന്നുണ്ട് അവിടെ. കാരണം ആദ്യത്തെ ഗപ്പിക്കും വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ടാങ്ക് ഗ്ലാസ്സുകളൊക്കെയാണ് അവിടെ ഉണ്ട്. അതൊരുപാട് ഗപ്പിക്കുണ്ടായിരുന്നു, ഒരുപാട് ടൈപ്പ് പാത്രത്തിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ അന്ന്. ഇപ്പോൾ പിന്നെ കുറവാണ്. പൊതുവേ ഫൈറ്റർ അത്യാവശ്യം ഉണ്ടായി വരുന്നുണ്ട്. കുട്ടികളുള്ള പാത്രങ്ങളുണ്ട്, മറ്റേ ബ്രീഡ് ചെയ്യാനുള്ളതുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. ഫൈറ്ററിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. ഞാനൊക്കെ ബ്രീഡ് ചെയ്തിരുന്ന ഒരു പ്രത്യേകതരം കഴിവ് തന്നെ വേണം. അത് അങ്ങനെ ഇങ്ങനെ കുട്ടികളെ മുഴുവൻ കിട്ടണമെന്നുണ്ടെങ്കിൽ. അങ്ങനെ പോണ പോക്കിൽ അവിടെ ഞങ്ങൾ മീനിൻ്റെ അടുത്ത് നിന്ന് ഇറങ്ങിയാണ് നേരെ പ്രാവ്. പിന്നെ അവിടെ പ്രാവ് എന്ന് പറഞ്ഞാൽ ഒരുപാട് തരം പ്രാവുകളുണ്ട്. അങ്ങനെ പോണ പോക്കിലാണ് ഫാഷൻ ഫ്രൂട്ടിൻ്റെ മരം കണ്ടപ്പോൾ ആദ്യമേ ഇഷ്ടം. അപ്പോൾ അതങ്ങനെ ആദ്യമേ കയറി നോക്കിയാട്ടോ. കാരണം വാർപ്പിൻ്റെ മുകളിലാണ് വരുന്നത് കേട്ടോ പ്രാവ്. ഓരോ വീടിൻ്റെ താഴെ ഒന്നുമല്ല കേട്ടോ, മേലെ തന്നെയാണ് പ്രാവിനെ വളർത്തേണ്ടത് പാപ്പന്. കാരണം പ്രാവ് 1, 2, 10, 100 അല്ല കേട്ടോ, ഒരു വീട് പോലെ പ്രാവിന് വെച്ചിട്ടൊരു ചെറിയൊരു വീട് തന്നെ ഉണ്ട് അവർക്ക് കേട്ടോ. പിന്നെ മെയിനായിട്ട് വരുന്നത് പ്രാവ് പറവയാണ് മെയിൻ സിസ്റ്റം. അവിടെ പാപ്പൻ്റെ അടുത്തുള്ളതൊക്കെ പ്രാവുകളാണ്, സാധാ പ്രാവല്ല. ഒക്കെ മത്സരം കപ്പടിച്ചതും കപ്പിന് ട്രെയിനിങ് ഉള്ളതും കുട്ടികളും വളർത്തിക്കൊണ്ടിരിക്കുന്ന അങ്ങനത്തെ പ്രാവുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അവിടെ ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് പറവൻ്റെ സമയം ആയതുകൊണ്ട് പറപ്പിക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. ഇനി ഇപ്പോൾ ഈ പ്രാവശ്യം കപ്പെന്തോ മിസ്സായി എന്നൊക്കെ പറഞ്ഞു, 2 മിനിറ്റ് വൈകി ഇറങ്ങിയിരുന്നു അങ്ങനെ എന്തോ പറഞ്ഞു. അങ്ങനെ കുറച്ച് എന്തോ ഒരു 2-3 മിനിറ്റ് വൈകി ഇറങ്ങിയതിൻ്റെ പേരിൽ കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞു പ്രൈസ്. കാരണം അത്യാവശ്യം ഒരുപാട് അതിനും വേണ്ടി മെനക്കെടാറിനാൽ അതിനായിട്ട് വലിയൊരു വീട് പോലെ അതിനൊരു ഷെഡൊക്കെ റൂമൊക്കെ ഉണ്ടാക്കി നല്ല സെറ്റപ്പായിട്ട് റൂമൊക്കെ ഉണ്ടാക്കിയാണ് അതിന്. ഇനിയും ഇതിപ്പോൾ വലിയൊരു കൂട് പുതിയതായിട്ട് ഉണ്ടാക്കിയതാണ്. ഇനി അത് കഴിഞ്ഞ് പുതിയതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. രണ്ടാമത്തെ ഇതേമാതിരി ടൈൽസിൻ്റെ പൊട്ടൊക്കെ കൊണ്ടുവന്ന് ടൈൽസ് നല്ല ടൈപ്പ് ടൈൽസൊക്കെ കൊണ്ടുവന്നുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ പാക്കിട്ടിട്ട് അങ്ങനെയൊക്കെയാണ് ഈ ടൈൽസിൻ്റെ അതിനുള്ളിൽ ഇതുണ്ടാക്കലിട്ട് സീറ്റിംഗ് ഉണ്ടായാൽ. മോൻ ഏത് പ്രാവിനെ കണ്ടാലും മഞ്ഞ എന്ന് പറയട്ടെ അവിടെ നിന്ന്. പുതിയതായിട്ട് ഉണ്ടാക്കുന്ന കൂടിട്ടാ ടൈൽസിൻ്റെ ഒക്കെ വെച്ച് നല്ല സെറ്റപ്പിൽ തന്നെ ഉണ്ട്. മൂപ്പർ ഉണ്ടാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ല ഉഷാറായിട്ട് നല്ല വൃത്തിയിൽ തന്നെ ഇട്ട് ഉണ്ടാക്കൽ. ആദ്യമോനെ പിന്നെ പ്രാവിൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ പ്രാവിൻ്റെ ഫോട്ടോ എടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിളിക്കുന്നുണ്ട് കേട്ടോ. അവന് വലിയ ഇഷ്ടമായി. ഞാൻ അവിടെ നിന്ന് വരാൻ തോന്നുന്നില്ല. കാരണം അത്രയും പ്രാവുകളൊക്കെ ഒന്നിച്ച് കാണുമ്പോൾ ആർക്കായാലും ഒരു തന്നെയില്ല. കാരണം നമ്മളൊക്കെ പ്രാവിനെ വളർത്തിയിരുന്നെങ്കിലും ശരി നമ്മളെ അത്ര ക്വാണ്ടിറ്റിയിലോ അല്ലെങ്കിൽ നമ്മൾ അത്ര കെയർ ചെയ്തുകൊണ്ടൊന്നും ഞാൻ വളർത്തിയിട്ടില്ല. ഞാനെന്താ വെച്ചാൽ വളരെ കുറച്ച് പ്രാവുകളെയും പിന്നെ അങ്ങനെ ഒരു സിമ്പിളായിട്ട് നമ്മൾ നോക്കുക. അത് നാടൻ പ്രാവുകളാണ്. അതങ്ങനെ എപ്പോഴും നമ്മളെ കോഴികളൊക്കെ മാതിരി അങ്ങനെ വിട്ട് നാക്കേണ്ട ടൈപ്പ് പ്രാവുകളാണ് ഞാൻ വളർത്തിയിട്ടുണ്ട് കേട്ടോ. അത്ര നല്ല ബെറ്ററായിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള പ്രാവുകളൊന്നും ഞാൻ വളർത്തിയിട്ടില്ല കേട്ടോ. കാരണം ഇതെന്ന് പറയുന്ന മൂപ്പര് ഒരുപാട് വർഷങ്ങളായിട്ട് ഇതിൻ്റെ പൈത്താലത്ത് തന്നെയാണ്. ഒരിക്കലും ഇതേമാതിരി ഒരു വർഷത്തെ ഇതേമാതിരി സമയത്ത് ഒക്കെ ഫംഗലും വന്ന് മറ്റേ കഴുത്ത് പിരിച്ചിലും അസുഖങ്ങളൊക്കെ വന്ന് കണ്ട് ഒരുപാട് പ്രാവ് ചത്തുപോയിട്ട് അന്നൊക്കെ മൂപ്പര് പറഞ്ഞൊക്കെ അത്രയും പറവ് മത്സരത്തിനായി സെറ്റായി വന്ന പ്രാവുകളായിരുന്നു ഒക്കെ നഷ്ടപ്പെട്ടത്. ഇപ്പം അന്ന് ടീമിൽ ഇറക്കാനുള്ള പ്രാവില്ല എന്ന് വരെ പറയണതൊക്കെ ചിലപ്പോഴൊക്കെ അവിടെ. കാരണം അതിനും വേണ്ടി കഷ്ടപ്പെട്ട് അത്രയും പ്രയത്നിച്ച് ട്രെയിൻ ചെയ്ത് സെറ്റാക്കി വെച്ച് കഴിഞ്ഞ പ്രാവ് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ആർക്കും വിഷമം തന്നെയല്ല. ഇതവിടെ ഉണ്ടായിരുന്ന പ്രാവിൻ്റെ കുട്ടിയാണ്. ആദ്യം അതിന് ഭയങ്കര ഇഷ്ടം തന്നെ, ഭയങ്കര ഇഷ്ടം. അതിന് കൈ കൊടുക്കാഞ്ഞിട്ടും അതിന് ഉമ്മ കൊടുക്കാഞ്ഞിട്ടൊക്കെ ആയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതിന് വെക്കാൻ അയക്കണില്ല അതിനെട്ടാ. അതിനെങ്ങനെ തൊട്ടിട്ടും ഇതാക്കിയിട്ടൊക്കെ ആയിട്ട്. കാരണം അത്
ഒരു നല്ല രസമുണ്ട്. പ്രാവ് കുട്ടി പിടിക്കുമ്പോൾ തന്നെ രസം. ഒറ്റ കുട്ടികളിലോട്ട് അതിൽ സാധാരണ 2 കുട്ടികളുണ്ടാണ് എല്ലാ പ്രാവിനും. ഇതിപ്പോൾ എന്തായാലും ഒരു കുട്ടി ഇനി ഒരു കൂടെ പോയതാണ് എന്താണെന്നറിയില്ല. കേട്ടോ കുടംപുളി മരം. അത് കുടംപുളി എന്ന് പറഞ്ഞാൽ ഓലെ വീട്ടിലുണ്ടായ മരം തന്നെ കേട്ടോ. കാരണം ഒരുപാട് കുടംപുളി ഓലെ വീട്ടാവശ്യത്തിനുള്ള പുളിയൊക്കെ പൈമ്പം തന്നെ കിട്ടൽ കേട്ടോ. കാരണം നമ്മളെ നാട്ടിലൊന്നുമില്ല, നമ്മൾ പുറത്തുള്ള ജില്ലകളിലുള്ളവരാണ്. നമ്മളെ ഒരുപാട് കോട്ടയം അവിടെ ഉള്ളവരൊക്കെയാണ് കൂടുതലായി. നമ്മളവിടെ ജില്ലക്കാർ കുടംപുളി ഉപയോഗിക്കൽ കുറവാണ്. മലപ്പുറം ജില്ലയിൽ പൊതുവേ കുടംപുളിയായിട്ട് ഞാനൊന്നും ഉപയോഗിക്കില്ല. നമ്മളെ വീട്ടിലൊന്നുമില്ല, ഇവിടെ ഒന്നും ഇല്ല, അതിന് ഉണ്ടാക്കലില്ല. അങ്ങനെ അവരെ വീട്ടിൽ നിന്ന് ഇതേമാതിരി ഒരു കീസ നിറച്ചിക്കുള്ള സാധനം അവർ ഇതേമാതിരി അവിടെ നിന്ന് കുത്തി തള്ളിയിട്ടും കണ്ട് ഇതാക്കി തന്ന്. അതിനെ പിടിച്ചോളി. വാർപ്പിൻ്റെ മുകളിൽ തന്നെ കിയാർ നെല്ലി ഉണ്ട് കേട്ടോ. പഴയ മഞ്ഞപ്പിത്തത്തിന് എന്തെങ്കിലും പാലിൽ അരച്ച് കൊടുക്കേണ്ട ഒരു സാധനമാണ് കിയാർ നെല്ലി. അതൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ ഞൊട്ടങ്ങ, ചീര എന്നുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് നമ്മളെ വൈഫിൻ്റെ വീട് കേട്ടോ. ഭാര്യ വീടാണത് ആ കാണുന്നത്. പിന്നെ നമ്മളെ ഈ ഇത് വരുന്നത്, ഈ സ്റ്റാൻഡ് വരുന്നത് പ്രാവിന് ഏത് സമയമായാലും ലൈറ്റ് ഉണ്ടാവും. അത്രയും നല്ല നല്ല ലൈറ്റോട് കൂടിയുള്ള ഇതുണ്ടാവും പ്രാവ് ഇറങ്ങാനുള്ള കേട്ടോ. അങ്ങനെയൊക്കെ ഇട്ടിട്ടാണ് മത്സരങ്ങൾ നടത്തൽ. മത്സരം മെയിനായിട്ട് ഒരുപാട് കേന്ദ്രീകരിച്ച് നടത്തുന്നൊരു സ്ഥലമാണ് അവിടെ പാപ്പൻ്റെ വീട്. അങ്ങനെ എല്ലാതുണ്ട്. പിന്നെ വൈഫിൻ്റെ വീടാണ്, അത് തൊട്ടടുത്തടുത്താണിത്. ഇപ്പോൾ പിന്നെ വെള്ളം മഴക്കാലമൊക്കെ ആയതുകൊണ്ട് വെള്ളത്തിൽ ഓടിച്ച് ഒരേമാതിരി നിൽക്കുക കേട്ടോ. അങ്ങനെ ആദ്യം മോനിപ്പോൾ ഞാൻ അവിടെ നിൽക്കുന്നതിൻ്റെ ഇടയിൽ കൂടി ഞാനൊരു ജിമ്മിൻ്റെ ഒരു സാധനം കണ്ടു കേട്ടോ. ആ ജിമ്മിൻ്റെ സാധനം ഞാൻ അങ്ങനെ എടുത്ത് പൊന്തിച്ച് മോനത് ചിരി വരികയാണ്. ഞാനത് എന്താണ് പപ്പ കാട്ടണമെന്നൊക്കെ പറഞ്ഞാണോ അങ്ങനെ ചിരി വരികയാണ്. കാരണം അവനത് കണ്ടിട്ടില്ലല്ലോ, അവൻ ആദ്യമായിട്ടല്ല ഈ ഒരു സാധനം കണ്ടത്. നമ്മളവിടെ ഒന്നും അങ്ങനെ ഇല്ല. അവിടെ ആണെങ്കിൽ ഒരു പിന്നെ പാപ്പന് ജിമ്മിൻ്റെ ഒക്കെ ആദ്യം ജിമ്മിനൊക്കെ സ്ഥിരമായിട്ട് പോയിരുന്ന ഒരാളായിരുന്നു പാപ്പൻ. ഇപ്പോൾ പിന്നെ പണിക്കാനോളം ജിമ്മും ഒക്കെ നിർത്തിക്കാൻ കിട്ടാം. കാരണം വർക്ക് കൂടുതലാകുമ്പോൾ പിന്നെ ജിമ്മിന് പോകാൻ കഴിയില്ല. ഇപ്പം അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. ഞങ്ങൾ അവിടെ മേലത്തെ പ്രാവിൻ്റെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി താഴത്തേക്ക് ഇറങ്ങാം കേട്ടോ. ഇനിയിപ്പം നമ്മൾ അവിടെ വീട്ടിലേക്ക് പോയിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് കിട്ടിയ കുടംപുളി ഇട്ടാൽ വലുതും ചെറുതൊക്കെ ആയിട്ട് ഒരുപാട് കുടംപുളി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്ന് ഇതൊക്കെ അതിന് ചെറിയമ്മ അവിടെ നിന്ന് കൊത്തി തള്ളിയിട്ട് തന്നാട്ടോ അവിടെ നിന്ന് എൻ്റെ മുകളിൽ നിന്ന്. അപ്പോൾ നമ്മളേതായാലും ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോയി നോക്കട്ടെ. പിന്നെ അപ്പോഴാണ് അച്ഛൻ ആദ്യം മോനിട്ട് പീടിയെ പോയതിട്ടാ. പീടിയെ പോകുക പറഞ്ഞാൽ മോനിട്ട് ഒരുവിധം സാധനമൊക്കെ പീടിയെ കാണുന്നതും പീടിയെ പോയി മോന് വേണ്ടി വരും. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അങ്ങനെ പീടിയെ പോയി വന്നതിൻ്റെ ശേഷം അച്ഛൻ കൊണ്ടുവന്നത് ഐസ്ക്രീം. ഷിബിൽ വന്നത് ആദ്യം അളിയനാണ് വന്നത്. അളിയൻ വന്നുകൊണ്ട് ഐസ്ക്രീമും സാധനങ്ങളൊക്കെ കൊണ്ട് കൊടുത്തിട്ട് മിഠായും കാര്യങ്ങളൊക്കെ അതൊക്കെ കഴിച്ച്. പിന്നെ പോരാത്തതിന് മറ്റാളും നല്ല കഴിക്കലാട്ടോ, അതിനൊന്നൊരു കുറവില്ല കേട്ടോ. അങ്ങനെ ഇതില്ല. ഐസ്ക്രീമൊക്കെ പിന്നെ വലിയ ഇഷ്ടമാണ്. പിന്നെ ഇപ്പോൾ അച്ചമ്മയ്ക്കും കൊടുത്തു. അച്ചമ്മയ്ക്ക് മധുരമായാൽ പിന്നെ വലിയ ഇഷ്ടമാണ് കേട്ടോ. അച്ചമ്മ മധുരമുള്ള സാധനങ്ങളൊക്കെ കഴിക്കും. അതിന് അച്ചമ്മയ്ക്ക് അങ്ങനത്തെ തോന്നുന്നില്ല കേട്ടോ. കുട്ടികൾ എങ്ങനെ എന്ത് കഴിക്കണം അതൊക്കെ അച്ചമ്മയ്ക്ക് ഇഷ്ടമാണ്. മറ്റുള്ള സാധനങ്ങളൊക്കെ എന്ത് കൊടുത്താലും കഴിക്കും, മധുരമുള്ള സാധനങ്ങളൊക്കെ. അങ്ങനെ ആദ്യമോനും അവിടുന്ന് കഴിച്ചിട്ട് അവർ ഐസ്ക്രീമിൻ്റെ ഇതൊക്കെ കുറച്ചൊക്കെ കഴിച്ച്. പിന്നെ ആദ്യമോന് പിന്നെ മിഠായി പ്രാന്തനാണ്. എപ്പോൾ നോക്കിയാലും മിഠായി അല്ലാതെ വേറെ ഒന്നുമില്ല കുട്ടിക്ക്. 24 മണിക്കൂറും മിഠായി 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 എന്ന് പറഞ്ഞ് കച്ചറ ഉണ്ടാക്കുന്ന ഒരു കുട്ടിയായിരിക്കും ഇപ്പോൾ ആദ്യമോന്. ഒരു പീടിയേക്കും കൊണ്ടുപോകാൻ വയ്യാത്ത അവസ്ഥയ്ക്കാണ് ഇപ്പോൾ പോകുന്നത്. കാരണം എന്ത് പറഞ്ഞാലും ഭയങ്കര വാശിയും കാര്യങ്ങളും കിട്ടാതെ വാശിയും അങ്ങനെയൊക്കെ കൂടിയുള്ളൊരു ക്യാരക്ടറായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ദിനം പ്രതിവന്. എന്താണെന്നറിയില്ല കേട്ടോ. വലുതാവണോടത്തോളം ഇനി നന്നാവും എന്ന് വിചാരിക്കണേ. ഇനി കുറേ കഴിഞ്ഞാൽ നന്നാവും എന്ന് വിചാരിക്കണേ. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഭക്ഷണം കഴിക്കാനുള്ള തയ്യാറെടുപ്പായി. ഇന്നിപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പൊറോട്ടയും ചപ്പാത്തിയും ബീഫും ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ അവരെ വീട്ടിൽ ബീഫ് കൊണ്ടുവരലും ഉണ്ടാക്കലും കഴിക്കലൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് നമ്മളെ വീട്ടിലായതുകൊണ്ട് പിന്നെ അങ്ങനെ കഴിക്കലൊന്നുമില്ല. നമുക്കിവിടെ വീട്ടിൽ കൊണ്ടുവരാൻ പാടില്ല. നമ്മളൊരുപാട് നിച്ചമെച്ച കാലം തൊട്ട് നമ്മൾ കൊണ്ടുവരലില്ല, ഉണ്ടാക്കലില്ല, കഴിക്കലില്ല കേട്ടോ. അല്ല കഴിക്കണം എന്നുള്ളവർക്കൊക്കെ ഇപ്പോൾ കഴിക്കട്ടെ. അങ്ങനത്തെ ഒരു നിബന്ധന ഇതൊന്നും ഇല്ല ഇപ്പോഴത്തെ കാലത്ത്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കഴിക്കണമെന്നുണ്ടെങ്കിലൊക്കെ കഴിക്കട്ടെ. അത് നമ്മളെ ഇതെല്ലാം ഇഷ്ടമല്ലേ, കഴിക്കണ്ടേ എന്നുള്ളത്. അപ്പോൾ ഏതായാലും ഞങ്ങൾ അവിടെ നിന്ന് ഇപ്പോൾ അന്നാർന്ന് ഇറങ്ങാൻ കേട്ടോ. കാരണം ഞങ്ങൾ കുറേ ഇനിയിപ്പോൾ നേരെ രാത്രിയായി കഴിഞ്ഞപ്പോൾ ഇനി ഒരുപാട് നേരം വൈകുന്നേരം വീട്ടിലെത്തുമ്പോഴേക്കും ഒരുപാട് വൈകി വെച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങേണ്ടത്. കാരണം നമ്മളെ വീട്ടിലെത്താൻ എന്തായാലും ഒരു അരമണിക്കൂർ സമയം എന്തായാലും വരും. ഇവിടെ 3/4 മണിക്കൂർ ടൈം എന്തായാലും വരും. അവിടെ നിന്ന് അടുത്ത ബ്ലോക്കോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയില്ലല്ലോ. തിരൂർ വഴിക്കൂടിയല്ലേ പോണത്. അപ്പോൾ ഞങ്ങൾ ഏതായാലും ഞാൻ ഇറങ്ങിയപ്പോൾ തന്നെ ചാവി എടുക്കാൻ മറന്നുണ്ടോ. ചാവി എടുക്കാൻ മറന്നിട്ട് പിന്നെ രണ്ടാമതും ഇറങ്ങിയിട്ടാണ് ചാവി എടുത്തതിൻ്റെ ശേഷം കേട്ടോ പോകുന്നത് അവിടെ നിന്ന്. കാരണം പിന്നെ നമ്മളവിടെ വണ്ടി നിർത്താനുള്ള സ്പേസൊക്കെ ഉണ്ട് കേട്ടോ വീട്ടിൽ. അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. 2-3 വണ്ടിയൊക്കെ ഒരേമാതിരി നിർത്താനുള്ള സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊന്നും കുഴപ്പമില്ല. പിന്നെ വെള്ളമുണ്ട്, തൊട്ടടുത്തുള്ള വെള്ളക്കെട്ട് കുളമുണ്ട്. കുളമാണ് നമുക്ക് അവിടെ പോയ ആകെയുള്ളൊരു വിഷമം. ആദ്യമൊക്കെ പേടിയുള്ളത്. കാരണം ഈ നമുക്ക് ശ്രദ്ധ വിട്ട് കഴിഞ്ഞാൽ അറ്റിങ്ങൾ കുളത്തിലാണെങ്കിൽ ആമയും മീനും എല്ലാ സാധനങ്ങളും ഉണ്ടായതുകൊണ്ട് എപ്പോൾ നോക്കിയാലും കുട്ടി കുളത്തിൻ്റെ വക്കിനും ഇവിടെയൊക്കെ തന്നെ നിൽക്കല്.
പിന്നെ അവരെല്ലാവരും ഉണ്ട് എപ്പോഴും ഇവിടത്തിനേക്കാളും കൂടുതൽ കെയറിങ് അവിടെ നിന്നാണ് കിട്ടുന്നത് കൂടുതലും കുട്ടിക്ക്. കാരണം എല്ലാവരും ഉണ്ട് ഇവിടെ പറഞ്ഞാൽ നമ്മളിപ്പോൾ എല്ലാവരും ജോലിക്ക് പോകണല്ലേ. ഞാനും പോവും, അനിയനും പോവും, അച്ഛനും പോവും, അമ്മയും പോവും, പിന്നെ ഓളും പോവും. എല്ലാവരും ഇപ്പോൾ അംഗനവാടിയിലെ കാര്യമായിട്ടാക്കി കൊടുക്കല്. അവിടെ ആകുമ്പോൾ പിന്നെ പറഞ്ഞാൽ എപ്പോഴും എല്ലാവരും ഉണ്ടാകും വീട്ടിൽ. ആരെങ്കിലൊക്കെ ആയിട്ട് ഒന്നെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോയിട്ടും ഒക്കെ ഇങ്ങനെ ശീലം. അപ്പോൾ ഓന് കൂടുതലും നിൽക്കാൻ താല്പര്യം ഇവിടത്തിനേക്കാളും നിൽക്കാൻ താല്പര്യം, എൻ്റെ വീട്ടിൽ നിൽക്കാൻ താല്പര്യം കൂടുതൽ അവിടെയാണ്, അവളെ വീട്ടിൽ നിൽക്കാനാണ്. കാരണം അവരങ്ങനെ നല്ല രീതിയിൽ കൊണ്ടുനടക്കും. ഇവിടെ പറഞ്ഞാൽ ഓൻ അങ്ങനെ കിന്നരിച്ച് കൊണ്ടുനടക്കാൻ ആരും ഇല്ലല്ലോ. അവരെ വീടിൻ്റെ അടുത്തുള്ള ഒരു പള്ളിപ്പെട്ടി കേട്ടത് ഞങ്ങൾ കൊല്ലങ്ങളായിട്ട് ഞങ്ങളിപ്പോൾ 4-5 വർഷമായാലും കല്യാണം കഴിഞ്ഞിട്ട്. അപ്പോൾ അത് തൊട്ട് ഇന്ന് വരെ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ആഗ്രഹിച്ച് കഴിഞ്ഞാൽ ഈ പള്ളിപ്പെട്ടിയിൽ ഇട്ട് കഴിഞ്ഞാൽ നടക്കുന്നുള്ളൊരു മനസ്സിന് നമ്മളൊരു വിശ്വാസമുണ്ട്. അത് ഇന്ന് വരെ തെറ്റിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മളെ കയ്യിലുള്ളതിനനുസരിച്ച് ആ നേർച്ചപ്പെട്ടിയിൽ ഞങ്ങൾ ഇടലുണ്ട് കേട്ടോ. എപ്പോൾ വരുമ്പോഴും ഇടാറുണ്ട്. അതിന് ഞങ്ങളൊരു ഇതാക്കലില്ല. ഞങ്ങൾക്കത് ഒരു പ്രത്യേക ഒരു മനസ്സിനൊരു ഇതാണ്. കാരണം നമ്മൾ ആഗ്രഹിച്ചതൊക്കെ നിറവേറുന്നുണ്ട് എന്നുള്ളൊരു നമ്മളെ വിശ്വാസം എപ്പോഴും ഞങ്ങൾ നഷ്ടപ്പെടുത്തിയില്ല കേട്ടോ. അങ്ങനെ ഞങ്ങളെ നാട്ടിലെത്തിയിട്ട്. അപ്പോൾ ഏതായാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.